സൗണ്ട് എഞ്ചിനീയർ പട്ടിനെ ഓടിക്കാൻ വേണ്ടി പോയതാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ കാര്യമായിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നുമല്ല, ഒരു കുക്കിംഗ് ചാനലിലേക്കുള്ള ഷൂട്ടിങ്ങാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം, നമ്മളൊരു കുക്കിംഗ് ചാനൽ, അതുപോലെ നമ്മൾ ചെറിയ വീഡിയോ ഷൂട്ടും ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മിനിമൽ 1-2 ക്യാമറകൾ, 2-3 ക്യാമറകൾ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ മിനിമൽ സെറ്റപ്പ് വെക്കാം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാനിന്ന് നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു നമുക്കൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ എങ്ങനെ ആവാം എന്നുള്ളൊരു ഒരു ചാനൽ നമ്മൾ തുടങ്ങിയിരുന്നല്ലോ, ഒരു സെഷൻ തുടങ്ങിയിരുന്നല്ലോ, അതിലേക്ക് പറ്റിയൊരു വീഡിയോ ആവും ഇതെന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളോടൊപ്പം നജ്മു ഫോർ ishoot ഫോട്ടോഗ്രാഫി. അപ്പോൾ ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ഡിഷ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ 2 ഡിഷ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു വൈഡ് ക്യാമറ, ഒരുമിച്ച് തന്നെയാണ് ഷൂട്ട് ചെയ്യണത്. ഒരു വൈഡ് ക്യാമറ 35mm ലെൻസ് വെച്ചിട്ട് ഒരു വൈഡ് ക്യാമറ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാമറ വെച്ചിട്ടുള്ളത് 70-100 ടെലിയ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ക്യാമറ ഒന്ന്. പിന്നെ മൂന്നാമത്തെ ഒരു ക്യാമറ വരുന്നത് സോണിയുടെ ഒരു ക്യാമറയാണ്. സോണിയുടെ ചെറിയ ആൽഫ സീരീസിലുള്ള ഒരു ക്യാമറയാണ്. ആ ക്യാമറയിലാണ് അവർ എന്താ പറയുക, സ്ലോ മോഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. സോണിയുടെ ക്യാമറയിൽ 120 ഫ്രെയിംസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ട് തന്നെയാണ് അവർ സ്ലോ മോഷൻസ് എടുക്കുന്നത്. പിന്നെ പിള്ളേരുടെ അടുത്തുള്ള ആക്ഷൻ ക്യാമറകളും ഒക്കെ വെച്ചിട്ട് സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ എന്തൊക്കെ സെറ്റിങ്സ് വെക്കണം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസിൽ ഇവിടുത്തെ ക്യാമറയിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിങ്സ് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഉച്ചത്തിൽ പറയാൻ വയ്യ, കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവിടുത്തെ ക്യാമറയിൽ ഇവർ വെച്ചിട്ടുള്ള സെറ്റിങ്സ് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ്, ഇവിടുത്തെ ഒരു ക്ലൗഡിയും കുറച്ച് എന്താ പറയുക ബ്ലൂയിഷൊക്കെ വന്നുകൊണ്ട് തന്നെ കെൽവിനിലായിട്ടുള്ളത് വൈറ്റ് ബാലൻസ് കെൽവിനിലിട്ടു. വൈറ്റ് ബാലൻസ് എല്ലാ ക്യാമറയിലും ഒരുപോലെ ഇടണം. ഒരു വൈറ്റ് ബാലൻസ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാമറയിൽ ഡിഫറൻ്റ് ആയിട്ട് വൈറ്റ് ബാലൻസ് ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് ബാലൻസുകളൊക്കെ ഒരുമിച്ച് നമ്മളൊരു വീഡിയോ ആക്കുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ അത് നമ്മളെ വീഡിയോക്ക് നമ്മുടെ ക്വാളിറ്റീനെ ബാധിക്കും. അതുകൊണ്ട് വൈറ്റ് ബാലൻസ് എല്ലാവരും ഒരേപോലെ വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തു. അതുപോലെ ഫ്രെയിം റേറ്റും ഒരുപോലെ തന്നെയാണ് 2 ക്യാമറയും സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നോർമലി 30 ഫ്രെയിംസിൽ ഇട്ടിട്ട് 2 ക്യാമറയും ഫുൾ HD ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു ആംബിയൻസും ഇതൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ലൈറ്റ് കൂടുകയും കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് കൂട്ടാനൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ മഞ്ഞിൻ്റെ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടണമല്ലോ, മഞ്ഞിൻ്റെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഷൂട്ടിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സെറ്റിങ്ങാണ് 2 ക്യാമറയിലും ഒരേപോലെ വെച്ചിട്ടുള്ളത്. പിന്നെ 2 മാനുവൽ ഫോക്കസിലാണ് ചെയ്യുന്നുള്ളത്. 2 മാനുവൽ ഫോക്കസിൽ വെച്ച് അവർ ഫോക്കസൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നുള്ളത്. പിന്നെ ഓഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോയിൻ്റെ 2 മൈക്കുകൾ മെയിൻ വൈഡ് ക്യാമറ ആയിട്ടുള്ള DA10 അവർ സൂക്ഷിച്ചിട്ടുള്ളത്, DA10 കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ നമ്മൾ ആ മൈക്ക് സെലക്ട് ചെയ്യുമ്പോഴും നമ്മുടെ മാനുവൽ മൈക്കിടെ നമ്മുടെ വോളിയം മാനുവലി സെറ്റ് ചെയ്തിട്ട് ഏകദേശം 12 ഇട്ട് വെച്ചിരിക്കുകയാണ്. കാരണം യെല്ലോയിൽ മൈക്കിൻ്റെ ഒരു ഇത് കാണാമല്ലോ നമുക്ക്, എന്താ ഒരു വേവ്സ്, അത് യെല്ലോയിൽ വന്ന് തട്ടുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഷൂട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ലൈറ്റ് ഇന്ന് കുറവാണ്, കാരണം മഞ്ഞൊക്കെ ആയതുകൊണ്ട് ലൈറ്റ് ഒരുപാട് കുറവാണ്. പക്ഷേ ഈ ഒരു ആംബിയൻസിന് നമുക്ക് ബാക്കിൽ നിന്ന്, കാരണം മഴ ആയതുകൊണ്ട് തന്നെ ഷെഡിൽ വെച്ചിട്ടാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ഷെഡിലാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്തത് ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ മഞ്ഞും മലകളൊക്കെ കിട്ടാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങോട്ട് സെറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിൽ ലൈറ്റ് കുറവായതുകൊണ്ട് ഗോഡോക്സിൻ്റെ 60 വാട്ട്സിൻ്റെ 2 ലൈറ്റ് റിഫ്ലക്ടർ വെച്ചിട്ട് അതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയോ അവർ പുറത്ത് വേറൊരു ഓഡിയോ, ആംബിയൻസ് ഓഡിയോ അതും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇവരിന്ന് കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. സൗണ്ട് എഞ്ചിനീയർ പട്ടിയാവൂട്ടാണ്. സൗണ്ട് എഞ്ചിനീയർ പട്ടിനെ ഓടിക്കാൻ വേണ്ടി പോയതാണ്. കാരണം പട്ടി ഭയങ്കര സൗണ്ട്. അപ്പോൾ പട്ടിനെ ഓടിക്കാൻ വേണ്ടി സൗണ്ട് എഞ്ചിനീയർ പോയതാണ്. അപ്പോൾ നമ്മളെ സ്റ്റുഡൻസിന് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനാ ഫ്രെയിമിൽ ഇതൊക്കെയാണ് നമ്മുടെ ടീം. കണ്ടാ, ഒരു പണിയെടുക്കാതിരിക്കുന്ന ടീമാണ്. ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്താ പറയാ, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ കേരളത്തിൻ്റെ ആ ഒരു മനോഹാരിത നമുക്ക് ഈ വാഗമണിൽ നിന്ന് കിട്ടും. അതിൻ്റെ സെൻട്രൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഈ കാർഡ് സ്കിൽ അക്കാദമിയിൽ
പഠിക്കാനുള്ളൊരു അവസരം നിങ്ങൾക്കൊക്കെ ലഭിക്കുകയാണെങ്കിൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. എത്രത്തോളം എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, എത്രത്തോളം എന്താ പറയുക എൻജോയബിൾ ആയിരിക്കും എന്നുള്ളത്. അതിൻ്റെ കൂടെ നമുക്കൊരു ജോലി കൂടെ കിട്ടുമ്പോൾ ഒരാൾ കാരണം ആ ഒരു കുടുംബം രക്ഷപ്പെടുന്നൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കുട്ടികളെ എത്തിക്കാൻ കഴിയുന്നു എന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്ന വീഡിയോയിൽ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, കാരണം മഴയുടെ സൗണ്ടൊക്കെ ഉണ്ടാകും. പക്ഷേ അത് ഈ ഒരു ആംബിയൻസിൽ നല്ലതായിരിക്കും വിചാരിക്കണം. എന്തായാലും ഷൂട്ട് വളരെ രസകരമായിട്ട് അവർ ഫിനിഷ് ചെയ്തു. കാരണം 3 ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുന്ന പിള്ളേരും ഒരുമിച്ച് ചെയ്തൊരു സംഭവം ആയതുകൊണ്ട് ഉച്ചയായപ്പോഴേക്കിന് ഒരു ഷൂട്ടേ കഴിഞ്ഞുള്ളൂ. ഫസ്റ്റ് ഷൂട്ടാണത്. കാരണം ഇവർ പഠിക്കാൻ തുടങ്ങിയിട്ട് 1.5 മാസമായി. അപ്പോൾ ഫസ്റ്റ് ഷൂട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇനി സെക്കൻഡ് ഷൂട്ട് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചത് 2 ക്യാമറ വെച്ചു, ഒന്ന് വൈഡും അതുപോലെ ഒന്ന് 70-200 ടെലിയും വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഇവിടെ ഷൂട്ട് ചെയ്തത്. ഒരേ വൈറ്റ് ബാലൻസ്, അതുപോലെ 2 ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ഷൂട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു വീഡിയോ, അതായത് ഒരു കുക്കിംഗ് വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് 2 ക്യാമറ സെറ്റപ്പിൽ ഇതൊക്കെ നമ്മൾ ഔട്ട്ഡോറിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സെറ്റപ്പും കാണിച്ചിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. So thanks again. I love you all.